ശ്രുതിനെ കാണാൻ വന്ന ആൾ തിരിച്ചു പോയതിന് ശേഷം ശ്രുതി വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വരികയാണ്. അപ്പോൾ അവിടെ രേവതി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ രേവതിനെ കാണുമ്പോൾ ശ്രുതിക്ക് ആകെ ടെൻഷനാവും, ഇനി രേവതി എന്തെങ്കിലും കേട്ടിട്ടുണ്ടോയെന്ന്. അങ്ങനെ ഒന്നും അറിയാത്ത പോലെ ശ്രുതി വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ ശ്രുതി അച്ഛനോട് ഞാൻ എല്ലാം പറയട്ടെ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ശ്രുതി എന്ത് എന്ന് പറഞ്ഞിട്ട് ആകെ ടെൻഷനാവും കേട്ടോ. അല്ല, ഇന്ന് ഭക്ഷണം നീ ഉണ്ടാക്കണമെന്ന്, സാധാരണ അച്ഛന് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഇഷ്ടം. ഇനി അഥവാ നീ ഉണ്ടാക്കിയ ഭക്ഷണം ഇഷ്ടമായില്ലെങ്കിൽ അച്ഛൻ എന്നോട് ചോദിക്കില്ലേ എന്തുകൊണ്ടാണ് നീ ഉണ്ടാക്കാഞ്ഞെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയട്ടെ ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, വേണ്ട, ഞാൻ വെറുതെ അടുക്കളയിൽ കയറിയെന്നേ ഉള്ളൂ, ഭക്ഷണം നീ തന്നെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകട്ടോ. അങ്ങനെ റൂമിൽ പോയിട്ട് ടെൻഷൻ അടിച്ചിരിക്കും. ആ സമയത്താണ് ശ്രുതി കയറി വരുന്നത്. അപ്പോൾ പെട്ടെന്ന് രേവതി വീണ്ടും ശ്രുതി ഞെട്ടും. എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അത് ഞാൻ ഫോൺ എടുക്കാൻ മറന്നു, അതെടുക്കാൻ വേണ്ടി വന്നതാ എന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കും, ശ്രുതിക്ക് ഓഫീസിൽ നിന്ന് ബോണസൊന്നും കിട്ടില്ലേ ദീപാവലിയായിട്ട് ചോദിക്കും. അപ്പോൾ ശ്രുതി ആകെ ഞെട്ടും. അപ്പോൾ ശ്രുതി പറയും, അതെനിക്കൊന്നും കിട്ടുന്നുണ്ടാവില്ല, ഞാനിപ്പോൾ കയറിയിട്ടല്ലേ ഉള്ളൂ, അതൊന്നും കിട്ടുന്നുണ്ടാവില്ല, എനിക്കറിയില്ല പറയും. അപ്പോൾ ശ്രുതി പറയും, ശ്രുതി എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കും മാനേജറോട്, ചോദിച്ചെന്തായാലും തരാതിരിക്കില്ല പറയും. അപ്പോൾ ശ്രുതി പറയും, അതൊന്നും പറ്റില്ല, എനിക്കത് നാണക്കേടാ, ശ്രുതിക്ക് ഇപ്പോൾ എന്താ പൈസയ്ക്ക് അത്യാവശ്യം ചോദിക്കും. അത് എനിക്ക് അവിടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ ദീപാവലിക്ക് ബോണസ് കൊടുക്കണ്ടേ, മാസമാണെങ്കിൽ കുറേ ചിലവുണ്ടായി, അപ്പോൾ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് വേണം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ശ്രുതി അതൊന്നും നടക്കില്ല ശ്രുതി എന്ന് പറയണം. അപ്പോൾ എനിക്ക് വേണ്ടി ചോദിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് പറയാം. അപ്പോൾ ശ്രുതി പറയും, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങിപ്പോരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രമതി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ചന്ദ്രമതി വേഗം ശ്രുതിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് പറയും, നീ എവിടെ നിന്ന് പോയിട്ട് പൈസ ഉണ്ടാക്കി കൊടുക്കാനാ, അവൾ പൈസ ഒക്കെ ചോദിക്കണ്ടല്ലേ എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, അവൾക്കാണെങ്കിൽ പൈസയുടെ കാര്യം മാത്രമേ ഉള്ളൂ, എപ്പോഴും ഇത് തന്നെയാണെന്ന് അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ശ്രുതിയോട് പറയും, നീ എന്തായാലും എവിടെന്നെങ്കിലും ഒപ്പിച്ചു കൊടുക്കാൻ നോക്കുമെന്ന് പറയുമ്പോൾ, ഞാനിനി എവിടെ നിന്ന് ഒപ്പിക്കാനമ്മേ, എൻ്റെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചിട്ടാണ് ഞാൻ ശമ്പളം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പൈസ കൊടുത്തത്, ഇനി അവനോട് പോലും ചോദിക്കാൻ പറ്റില്ല പറയും. അപ്പോൾ ചന്ദ്ര പറയും, എന്തായാലും ഞാൻ എവിടെന്നെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ, നീ വേഗം ഒരു ജോലി ഒപ്പിക്കാൻ നോക്കുമെന്ന് പറയും. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോവാട്ടോ. അങ്ങനെ ചന്ദ്ര ഇനി എവിടെ നിന്നാണ് അവ പൈസ ഒപ്പിക്കുക, കയ്യിലാണെങ്കിൽ ഒരു 10 പൈസ പോലും എടുക്കാനില്ല എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നിൽക്കുന്ന നേരത്താണ് ബാമയുടെ കയ്യിൽ ചോദിക്കാം, അവളുടെ കയ്യിൽ പൈസ ഉണ്ടാവും എന്ന് പറയും കേട്ടോ. അങ്ങനെ ഓട്ടോയും വിളിച്ച് ബാമയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാമ വന്നിട്ട്, രവിയേട്ടൻ്റെ ഇപ്പം എങ്ങനെയുണ്ട്, ഞാൻ അവിടേക്ക് വരാൻ നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് നീ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്ര പറയും, എടി ബാമേ, എനിക്കൊരു 50,000 രൂപയുടെ ആവശ്യമുണ്ട് ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും. അപ്പോൾ ബാമ പറയും, എന്തപ്പോൾ ഇത്ര പെട്ടെന്ന് അത്യാവശ്യം എന്ന് ചോദിക്കും. എടി, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എൻ്റെ സ്വർണ്ണവും പിന്നെ സച്ചിയുടെ കാറും ഒക്കെ വിറ്റിട്ടാണ് രവിയേട്ടൻ്റെ ഓപ്പറേഷൻ നടത്തിയത്, അതുകൊണ്ട് കയ്യിലൊന്നും പൈസ ഇല്ല, എങ്ങനെയെങ്കിലും നീ ഒപ്പിച്ച് തരണം എന്ന് പറയും. അപ്പോൾ ബാമ പറയും, എടി, എൻ്റെ കയ്യിൽ 50,000 ഒന്നും ഉണ്ടാവില്ല, നുള്ളി പറക്കി എടുത്താൽ ഒരു 25,000 രൂപ ഉണ്ടാവും, അത് ഞാൻ വേണമെങ്കിൽ തരാമെന്ന് പറയും. അപ്പോൾ ചന്ദ്ര പറയും, അതെങ്കിൽ അത് വെച്ചിട്ട് അവൻ്റെ കാര്യം നടത്തട്ടെ എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് ബാമ പറയും, അതിന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലത്തെ മഹാലക്ഷ്മീനെ തടഞ്ഞു വെച്ചിരിക്കുകയല്ലേ എന്ന് ചോദിക്കും. ഏത് മഹാലക്ഷ്മി എന്ന് ചോദിക്കുമ്പോൾ, ആ വർഷയുടെ കാര്യം ഞാൻ പറഞ്ഞത്, അവളുടെ അച്ഛൻ്റെ സ്വത്തുക്കൾ എത്ര ഉണ്ടെന്ന് നിനക്കറിയോ, നിൻ്റെ മൂത്ത മരുമകളേനെക്കാട്ടിയും പൈസക്കാരിയാണ് ഈ ഇളയ മരുമകൾ, പിന്നെ ഈ വർഷയുടെ അച്ഛന് എവിടെയൊക്കെ സ്വത്തുണ്ടെന്നും എല്ലാ കാര്യങ്ങളും ബാമ പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ ചന്ദ്രയ്ക്ക് ആകെ സന്തോഷമാവും. അപ്പോൾ ചന്ദ്ര പറയും, പക്ഷെ ഞാൻ അവരെ വീട്ടിൽ കയറ്റണമെന്ന് വിചാരിച്ചാലും സച്ചിൻ രവിയേട്ടന് സമ്മതിക്കണ്ടേന്ന് പറയും. അപ്പോൾ ബാമ പറയും, അവരെ കൊണ്ട് സമ്മതിപ്പിക്കാനൊക്കെ നിന്നെ കൊണ്ട് പറ്റും, നീ നന്നായി പറഞ്ഞാൽ മതി, അപ്പോൾ അവരെ സമ്മതിച്ച് കിട്ടും. അവൾ ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ ഈ സ്വർണ്ണവും അവൻ്റെ കാറും ഒന്നും വിൽക്കേണ്ടി വന്നിരുന്നില്ല, അവൾ എടുത്തിരുന്നു എല്ലാ പൈസയും, കാരണം അവളുടെ അച്ഛൻ ഉണ്ടാക്കിയ എല്ലാ സ്വത്തും അവൾക്ക് മാത്രമുള്ളതാണ്, അവളൊരൊറ്റ മകളല്ലേ എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ചന്ദ്രയ്ക്ക് ആകെ സന്തോഷമാവും. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നോക്കണം എന്നിങ്ങനെ പറയും. അങ്ങനെ സച്ചിയാണെങ്കിൽ എൻ്റെ ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടെ നിന്ന് നിന്നിട്ട് ചായ കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാർ വന്നിട്ട് ചോദിക്കുക, നീ എന്തെന്ന് രാവിലെ ഒന്നും കഴിച്ചില്ലേ, കുറേ വിശക്കുണ്ട് തോന്നുന്നുണ്ട് അല്ലേ, 3ാമത്തെ ചായ നീ കുടിക്കണേന്നൊക്കെ പറയും. അപ്പോൾ സച്ചി പറയും, എനിക്ക് വിശക്കണമെന്നൊന്നുമില്ല, ഞാൻ തലവേദനയായിട്ടാണ് കുടിക്കുന്നത് എന്നിങ്ങനെ പറയും. അപ്പോൾ അത് ഇന്നെന്താ വീട്ടിലുണ്ടാക്കി ചോദിക്കുമ്പോൾ സച്ചി പറയും, പൂരി മസാല എന്ന് പറയും. പിന്നെ നീ എന്താ കഴിക്കാണ്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് കഴിക്കാൻ തോന്നിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൂടാവുകയാണ് കേട്ടോ. അപ്പോൾ നീ ഇതുവരെ അവളോടുള്ള ദേഷ്യമൊന്നും മറന്നില്ല സച്ചി, നിനക്ക് എന്തിൻ്റെ കേടാ, അവൾ പറഞ്ഞില്ല അവളുടെ ഭാഗത്തൊരു തെറ്റില്ല എന്ന്, നിങ്ങളോട് ദ്രോഹം ചെയ്തത് നിങ്ങളുടെ അനിയനാണെന്നൊക്കെ പറയുമ്പോൾ സച്ചി അവരെന്നെ ചീത്ത പറയണം കേട്ടോ. അവൾ എന്നോട് മുന്നേ തന്നെ പറഞ്ഞതാണ് അവരെ കല്യാണം നടത്തി കൊടുക്കാമെന്ന്, അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ്, എന്നിട്ടും അവൾ പോയി സാക്ഷി ഒപ്പിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ തിരിഞ്ഞതും രേവതി ഒരു കവറൊക്കെ പിടിച്ച് വരുന്നത് കാണും. അപ്പോൾ തന്നെ സച്ചിക്ക് ദേഷ്യം വന്നു തുടങ്ങും കേട്ടോ. അപ്പോൾ സച്ചി കൂട്ടുകാരോട് പറയും, രേവതി വന്ന് നിൽക്കുമ്പോൾ തന്നെ പറയും, ഇവളോട് ഇവിടേക്ക് വരരുതെന്ന് പറഞ്ഞതില്ലേ, ഇവൾ പിന്നെ എന്തിനാ വന്നേ, പോവാൻ പറയുമെന്ന് പറഞ്ഞിട്ടും കൂട്ടുകാരനെ അടിക്കുകയാണ്. അപ്പോൾ രേവതി പറയും, നിങ്ങളെ എന്നോട് മിണ്ടുവൊന്നും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ ഈ ഭക്ഷണം ഒന്ന് കഴിച്ചാൽ മതി, നിങ്ങൾ ഇന്നലെ രാത്രി എങ്ങനെ കയറി വന്നതെന്ന് നിങ്ങൾക്കറിയാലോ, ഇന്ന് രാവിലെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇന്നലെയും കഴിച്ചിട്ടില്ല എന്ന് പറയും.
അപ്പോൾ സച്ചി ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ ഞാൻ നിന്നോടുള്ള ദേഷ്യമൊക്കെ മറന്ന് വീണ്ടും പഴയ പോലെ ആവുമെന്ന് നീ വിചാരിക്കേണ്ട പറയും. അപ്പോൾ രേവതി പറയും എന്നോട് ആരുടെ ദേഷ്യമൊന്നും കുറയൊന്നും വേണ്ട, ഈ ഭക്ഷണം മാത്രം ഒന്ന് കഴിച്ചാൽ മതി, അല്ലാണ്ട് എന്നോടുള്ള ദേഷ്യമൊന്നും ആരും മറക്കണ്ട. ഇനി ദേഷ്യപ്പെടണം എന്നാണ് ആഗ്രഹിച്ചാൽ ഇപ്പോൾ ആ ദേഷ്യം ഒന്ന് മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ദേഷ്യപ്പെട്ടോളൂ എന്ന് പറയും. അപ്പോൾ സച്ചി വീണ്ടും പറയും എനിക്ക് വേണ്ട, വേഗം ഇവിടുന്ന് പൊക്കോളം പറയുമെന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും ഇത് കഴിക്കാണ്ട് ഇവിടെ നിന്ന് പോവില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു വെയിറ്റിംഗ് ഷെഡിൻ്റെ ഉള്ളിൽ ഒരു ഷീറ്റ് കൊണ്ട് വിരിച്ചിട്ട് രേവതി അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ കറികൾ കൊണ്ടുവന്നുണ്ടാവും, മീൻ പൊള്ളിച്ചത്, മീൻ ഫ്രൈ, മീൻ കറി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ പാത്രം തുറക്കുമ്പോഴും നല്ല മണമാണ് ഈ 3 പേർക്കും വരുന്നത്. അപ്പോൾ സച്ചിയുടെ ഒരു കൂട്ടുകാരൻ ചെന്നിട്ട് അവിടെ പോയി ഇരിക്കും കേട്ടോ. എന്നിട്ട് രേവതി പറയും എല്ലാവർക്കും ഉള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ട് വേണ്ടവർക്ക് വരാമെന്ന് പറയുമ്പോൾ ആദ്യം ഒരു സച്ചിയുടെ ഒരു കൂട്ടുകാരൻ പോയിരിക്കും. എന്നിട്ട് ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിക്കും കേട്ടോ. അപ്പോൾ രേവതി ഈ അടുത്തൊന്നും ഞാൻ ഇത്രയും നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല, അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ രേവതി താങ്ക് യു എന്ന് പറയും. അങ്ങനെ രേവതി ഓരോരോ കറികൾ ഇങ്ങനെ എടുത്ത് നെയ്മീൻ പൊള്ളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ ബാക്കി നിൽക്കുന്ന വേറൊരു കൂട്ടുകാരൻ്റെ കൺട്രോൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സച്ചിക്കാണെങ്കിലും കഴിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ സച്ചി അങ്ങനെ വിട്ടു കൊടുക്കുന്നില്ല. അങ്ങനെ സച്ചി പറയും എടാ നീയാണ് എൻ്റെ യഥാർത്ഥ സുഹൃത്ത്, അവൻ കണ്ടില്ലേ ഭക്ഷണം കണ്ടപ്പോഴത്തേനും ഓടിപ്പോയത്, നീ മാത്രമാണ് എൻ്റെ കൂടെ നിന്നത്, എനിക്ക് വേണ്ടി നിന്നത്, ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്കും ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ രേവതി അങ്ങനെയാണല്ലേ, എന്നാൽ ഞാൻ ശരിയാക്കി തരാം 2 എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഓരോരോ കറികൾ എടുക്കുകയും കുത്തി ഈ കഴിക്കുന്ന ആളോട് ചോദിക്കും ഇത് നന്നായിട്ടുണ്ടല്ലേ, അത് നന്നായിട്ടുണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ കറികളും അടിപൊളിയായിട്ടുണ്ട് പറയും. അപ്പോൾ പറയും സച്ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത്, അതുകൊണ്ട് അതൊട്ടും മോശമാവില്ല എന്നിങ്ങനെ രേവതി പറയും. അപ്പോൾ അയാൾ പറയും അതെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ രേവതി പറയും താങ്ക് യു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ അവരേനെ ഇങ്ങനെ നോക്കും കേട്ടോ. അപ്പോൾ സച്ചിയുടെ രണ്ടാമത്തെ കൂട്ടുകാരങ്ങനെ ഓടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ സച്ചി ഇങ്ങനെ പിടിച്ച് വയ്ക്കുകയാണ്, എടാ പൂവല്ലേ എന്ന് പറഞ്ഞിട്ട് പിടിക്കും കേട്ടോ. നീ പോടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈയൊക്കെ പീഡിപ്പിച്ച് അയാളും വേഗം വന്നിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് രേവതിയോട് പറയും രേവതി വേഗം ഇല ഇട് എനിക്ക് ഭക്ഷണം വേണം എന്ന് പറയും. അങ്ങനെ രേവതി വേഗം അയാൾക്കും ഇലയിട്ട് എല്ലാ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി പറയും നിങ്ങൾ 2 പേരും കഴിക്കുക, എനിക്ക് വേണ്ട, ഞാൻ ഇതിലൊന്നും വീഴുന്ന ആളല്ല, എന്നെ അങ്ങനെ മയക്കെടുക്കാമെന്ന് ആരും വിചാരിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയും എനിക്ക് ആരെയും മയക്കണം എന്നൊന്നും ആഗ്രഹമില്ല, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നുള്ളൂ, അല്ലാണ്ട് എനിക്ക് വേറെ ആരും എന്നോട് മിണ്ടണമെന്നോ എന്നോടുള്ള ദേഷ്യം മറക്കണമെന്നോ അങ്ങനെ ഒരാഗ്രഹവും എനിക്കില്ല. അത് വെച്ചിട്ട് ആരും ഭക്ഷണം കഴിക്കാതിരിക്കൊന്നും വേണ്ട, വേണമെങ്കിൽ വന്ന് കഴിക്കാം, ഇനിയും ഒരാൾക്കും കൂടിയുള്ള ഭക്ഷണം ബാക്കിയുണ്ട് എന്നിങ്ങനെ രേവതി പറയട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ പോകണ്ടേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സച്ചിയുടെ കൂട്ടുകാർ പറയും എടാ മതിയടാ, എന്ത് നല്ല ഭക്ഷണമെന്നറിയോ, ഇത് നീ മിസ് ചെയ്താൽ നിനക്ക് തന്നെ നഷ്ടം, അല്ലാണ്ട് ഞങ്ങൾക്കൊന്നും നഷ്ടമില്ല, നീ ഏത് ഹോട്ടലിൽ പോയി കഴിച്ചാലും ഇത്രയും നല്ല ഫുഡ് നിനക്ക് ഒരിക്കലും കിട്ടില്ല സച്ചി, വേണമെങ്കിൽ വന്നിരുന്ന് കഴിച്ചോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.